വെൽക്കം വിനീത് ചേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. ഞാൻ പറഞ്ഞത് അധികം കൂടിപ്പോയില്ലല്ലോ അല്ലേ? എനിക്കൊന്ന് കുറച്ച് പുകഴ്ത്തല് കൂടിയോ ഇല്ലയോ എന്നുള്ള ചെറിയ പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ ന്യൂജൻ ആൾക്കാരും പറയാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. ഞങ്ങളുടെ സ്വന്തം ബ്രോ ആണ്. അങ്ങനെയൊക്കെ ആക്കി എടുത്തു. ഇക്ക, അപ്പം ഇക്കും പക്രചേട്ടനും കൂട്ടായിട്ട് ഇതാ വിനയ് ചേട്ടനെയാണ് ഇന്ന് എത്തിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊക്കെ ഒരുപാട് പരിചയം, ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. സോ ഈ അവസരത്തിൽ എന്നാ പറയാനുള്ളത്? എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളിൽ ഒരാളാണ്, ആക്ടേഴ്സിൽ ഒരാളാണ്. അങ്ങനെ വളരെ പിന്നെ എന്തും വെട്ടി തുറന്ന് പറയാൻ യാതൊരു മടിയില്ലാത്ത ഒരാളാണ്. അതുമാത്രമല്ല പലപ്പോഴും ഇതേ ഇപ്പം ഈ എലിനയുടെ സ്ഥാനത്ത് അദ്ദേഹത്തെ ഞാൻ പല ഷോകളിലും കണ്ടിട്ടുണ്ട്. വെരി ട്രൂ. അതെ, പിന്നെ ഞങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉണ്ടായി. നിങ്ങൾ തമ്മിൽ ഉണ്ടാവുമല്ലോ. എങ്ങനെയാണ്? അതായത് ഞാൻ പണ്ട് ഏറ്റവും ആദ്യം ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാൻ പോയി. ഞാൻ പരാജയം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ വൻ ദുരന്തമായിരുന്നു. വൻ ദുരന്തം ഒന്നും പറഞ്ഞാൽ പോരാ. അപ്പൊ അങ്ങനത്തെ ഒരു ഷോ ഞാൻ ഹോസ്റ്റ് ചെയ്യാൻ പോയി. അതിന്റെ ജഡ്ജായിരുന്നു ഇദ്ദേഹം. ജഡ്ജായിരുന്നു. ചേട്ടനെന്നെ ഉപദേശിച്ചൊരു വഴിയായി. കാര്യം ഞാൻ മറ്റേ ഫിലിം സ്കൂൾ കഴിഞ്ഞിട്ട് വന്ന ടൈമാണ്. അപ്പൊ നമ്മളുടെ മനസ്സിൽ മറ്റേ ഇർഫാൻ ഖാൻ, നസ്രുദ്ദീൻ ഷാ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ സിനിമയിൽ അഭിനയിച്ച് തുടങ്ങി. പക്ഷെ പൈസ ഒന്നും കിട്ടി തുടങ്ങിയിട്ടില്ല. എനിക്ക് 5-8 പടമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സിനിമയിലും എനിക്കൊരു പൈസ കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ടൈമിന് മറ്റേ ബസ് കാശ് കൂടി ഇല്ലാത്തൊരവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ ഷോ ഹോസ്റ്റ് ചെയ്യണ കാര്യം. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു, ഞാൻ ഷോ ഹോസ്റ്റ് ചെയ്യണമെന്നൊക്കെ ചോദിച്ചു. പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു വേറെ നിവൃത്തിയില്ലല്ലോ മോനെ, നീ ഇപ്പോൾ ചെയ്യാൻ പറഞ്ഞു. ഞാൻ അവിടെ വന്നിട്ടും എനിക്ക് ഈ പറയുന്ന പോലെ നമ്മൾ അവിടെ ടൈം ഇർഫാൻ ഖാൻ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര വെൽക്കം ടു ആക്ടീവ് ബിഗ് ടേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തം പാളിയിരിക്കുക കേട്ടോ. എന്നെയാണെങ്കിൽ ഇവർ കമ്മിറ്റ് ചെയ്ത് പോയി. എനിക്ക് പൈസയും കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്ത് പോയി. എന്നെ മാറ്റാനും പറ്റില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഈ പുള്ളിയൊക്കെ അവിടെ നിന്ന് പെട്ടിട്ട് എന്നോട് പുള്ളിയൊക്കെ അവിടെ നിന്ന് പറയും, എൻ്റെ പൊന്ന് വിനയ് മറ്റേ എനർജി വേണം ഒക്കെ പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്. അല്ല, ആ കാലഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കിന് 500 ആവശ്യപ്പെട്ടാൽ 1 കിലോ കൊടുക്കേണ്ട കാലമാണ്. അവിടെയാണ് പുള്ളി 250 ഗ്രാം കൊടുക്കുന്നത്. ഇപ്പൊ കറക്റ്റാണ്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മളും ഇപ്പൊ അതിലേക്ക് വന്നു. പക്ഷെ അന്നേ അത് വിനയ് ആ ദീർഘവീക്ഷണത്തോടു കൂടി അത് ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പം മികച്ചൊരു നടനായി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇക്ക പറഞ്ഞില്ലേ, ഒരുപാട് ഫാൻ ബേസ്, ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നൊരു മികച്ച കലാകാരനായി മാറി. അത്യാവശ്യം നല്ല നല്ല സിനിമകൾ ചെയ്യുന്നു, നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നു. ആളുകളുടെ മനസ്സിലിപ്പോൾ വിനയുണ്ട്. അപ്പോൾ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ എത്തി ഇനി തുടർച്ചയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബിഫോർ ദാറ്റ്, വിനയ് ഫോർട്ട് എന്നുള്ളത് പേര് ശരിക്കും എങ്ങനെയാ വന്നത്? മൂവിയിൽ വന്നതിന് ശേഷമാണോ അത് ഹോസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ടേ വിനയ് ഫോർട്ട് എന്നുള്ളൊരു നെയിം ടൈറ്റിൽ ഉണ്ടായിരുന്നോ? എന്റെ പേര് വിനയ് തന്നെയാണ്. ഈ ഫോർട്ട് കൂടെ ഇട്ടുന്നുള്ളൂ. ശരിക്കും ഫോർട്ട് കൊച്ചിയുടെ. എന്റെ പേര് ശരിക്കും വിനയ് കുമാർ MM എന്നായിരുന്നു. അത് വൻ ദുരന്തം പരാജയമായതുകൊണ്ട് ഈ കുമാർ എന്നുള്ളത് എനിക്ക് കൊച്ചിലെ വർക്കാവില്ലായിരുന്നു. സ്കൂളിൽ പോകുമ്പോഴും എനിക്ക് ഡാർക്ക് അടിക്കുമായിരുന്നു. അല്ല, ഫോർട്ട് കൊച്ചിയിലല്ലേ താമസിക്കുന്നത്? കുഴപ്പമില്ല. നമ്മുടെ അലക്സ് ഇല്ലേ, അല്ല നമ്മുടെ ഈ സണ്ണി വെയിൻ എന്ന് പറഞ്ഞിട്ട് വയനാട്ടുകാരനായ അത് ഭയങ്കര ഒരു വേറെ ഇൻഡിവിജ്വാലിറ്റി ഉണ്ടാവും. നമ്മൾ വിനയ് കുമാർ എന്ന് പോയിട്ട് ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാല് ഒരു 10 ലക്ഷം പേരുണ്ടാവും. വിനയ് ഫോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത ഒരാളുണ്ടാവും. പക്ഷേ പേരിന് വെയിറ്റ് കിട്ടാൻ വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത് പേരിനോടൊപ്പം ബോൾഗാട്ടിന്ന് ചേർത്തേക്കുന്നു, ചങ്ങനാശ്ശേരിക്കാരൻ. എന്ത് കാര്യത്തിനാന്ന് മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് അത്.